ഹലോ, നമ്മളിന്ന് പോണത് തിരുവില്ലാമല വില്വാതിരിനാഥ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. വൃശ്ചിക മാസത്തിലെ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് പുനർജനി ഗുഹയുടെ ആചാരങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞു വരാം. ഞങ്ങൾ കണ്ണമ്പ്ര പഴയന്നൂർ വഴി കൂടിയാണ് പോണത് കേട്ടോ. ഞങ്ങളുടെ കൂടെ ചേട്ടൻ്റെ 2 ഫ്രണ്ട്സ് കൂടി ഉണ്ട്. അങ്ങനെ നമ്മുടെ സ്പോട്ട് എത്താറായി. ഇതേ കുറേ അമ്മമാർ അമ്പലത്തിലേക്കായിട്ട് പോകുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു സവിശേഷത പറയുകയാണെന്നുണ്ടെങ്കിൽ മധ്യകേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് കിടക്കുന്ന തിരുവില്ലാമല വില്വാതിരിനാഥ ക്ഷേത്രമാണ് കേട്ടോ അത്. അപ്പോൾ അതേ ഞങ്ങളിവിടെ എത്തി. ഇനി ചേട്ടൻ്റെ 2 കൂട്ടുകാരന്മാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരെത്താറായിട്ടുണ്ട്. യെസ്, അവരത് എത്തിക്കഴിഞ്ഞു. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറുകയാണ് കേട്ടോ. പരമാത്മാവായ മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനും അനന്തശേഷനാഗത്തിൻ്റെ അവതാരമായ അനുജൻ ലക്ഷ്മണനുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. ഉപദേവതകളായ ഹനുമാൻ സ്വാമിയും ഗണപതിയും അയ്യപ്പനും മഹാദേവനായ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും നാഗദൈവങ്ങളും ശ്രീ ഗുരുവായൂരപ്പനും സാന്നിധ്യമുള്ള ഒരു അപൂർവ ക്ഷേത്രമാണ് ശ്രീ വില്വാതിരിനാഥ ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ തൊഴുത് വഴിപാടുകളൊക്കെ കഴിച്ചിറങ്ങിയിട്ടാ. ഇനി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേക വിശേഷമാണ് പുനർജനി ഗുഹ. നമുക്കിനി അവിടെ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടറിഞ്ഞു വരാം. ഈ ആലിന് ചുറ്റും 7 തവണ വലം വയ്ക്കണമെന്നാണ് ഐതിഹ്യം. ആലിൽ ഒരു ഗൗളിയെ കണ്ടാൽ ശ്രീ മഹാവിഷ്ണുവിനെ നേരിൽ കണ്ട പോലെയാണ് ഭക്തർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളിനി പുനർജനി ഗുഹയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ നല്ല കാഴ്ചകൾ കാണാം. ഇവിടെ ഈ കാണുന്നതാണ് വെച്ചൂർ പശു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പശുവിനെ കുറിച്ച് കേൾക്കണത് തന്നെ. ഇത് ഇത്രയാണ് വലിപ്പം വെക്കുള്ളൂ എന്നാണ് പറയണത്. ജന്മങ്ങളിലെ പാപവും തീരുമെന്ന വിശ്വാസം. ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ മാറി തെക്ക് കിഴക്ക് ദിശയിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. വൃശ്ചിക മാസത്തിലെ ഗുരുവായൂർ ഏകദേശ ദിവസം മാത്രമാണ് ഈ ഗുഹയിലേക്ക് പ്രവേശനമുള്ളൂ കേട്ടോ. ഒരു നരജന്മത്തിലെ മുഴുവൻ പാപവും ഈ പുനർജനി നോഴുന്നാൽ തീരുമെന്നാണ് ഐതിഹ്യം. പുനർജനി ഗുഹ കാണാനുള്ള ആഗ്രഹത്താൽ നല്ല വെയിലും കൊണ്ട് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. ഇതവിടെ നിന്നോനോ, ഇതാ അവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കിയോ. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. നല്ല കയറ്റായതുകൊണ്ട് തന്നെ കാല് കഴിച്ചിട്ട് കുറേ നേരം നിന്നിട്ടും ഇരുന്നിട്ടൊക്കെയാണ് ഞങ്ങൾ പോണത് കേട്ടോ. കയറ്റം കയറുമ്പോൾ ചെരുപ്പ് വഴുക്കിയിട്ട് ചെരുപ്പൊക്കെ കയ്യിൽ ഊരി പിടിച്ചിട്ടാണ് നടക്കണത്. പ്രായമായ അമ്മമാരാണ് കേട്ടോ ഇവിടെ കൂടുതലും വന്ന് കണ്ടത്. അപ്പം ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ ഒരു കുഞ്ഞുവാവ് ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഗുഹയുടെ വേറൊരു സവിശേഷത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവശില്പിയായ വിശ്വകർമാവ് പരശുരാമൻ്റെ ആജ്ഞപ്രകാരം നിർമ്മിച്ചതാണ് ഈ ഗുഹ എന്നാണ് വിശ്വാസം. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പഞ്ചപാണ്ഡവർ പൂർവികർക്കും യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ബന്ധുക്കൾക്കും ബലിക്രിയകൾ ചെയ്യാൻ വന്നു. പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പുനർജനി നോഴുന്നു എന്ന വിശ്വാസം അനേകം ഭക്തർ പാപപരിഹാരാർത്ഥം ഇന്നും നോഴുന്നു. അങ്ങനെ ഒരു കയറ്റമൊക്കെ കഴിഞ്ഞ് ഇനി ഇറക്കത്തിലേക്കാണ് പോണത്. ഗുഹ എത്താറായിട്ടാ. അങ്ങോട്ട്
ഇപ്പം എത്തും എന്നുള്ളൊരു വിശ്വാസപ്രകാരം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. ബായ്. ചെരുപ്പ് വേണമെങ്കിൽ നോക്കിയോട്ടോ. ചെരുപ്പ് വേണമെങ്കിൽ ഊരിക്കോ പറയാ. കണ്ടു ചൂടില്ല പറഞ്ഞിട്ട് കാര്യമില്ല, ഊമ വെയിലാണ്. നമ്മുടെ സേവാഭാരതിയുടെ കഞ്ഞിയും പയറൊക്കെ ഉണ്ട് അല്ലേ കേട്ടോ. ഇത് മറ്റേ വിത്ത് പോലുള്ള തീരെ ചെറുത്. നോക്കട്ടെ കാണിക്കാം. അവിടെ നല്ല ഭംഗിയുള്ളൊരു പൂവുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിത്തൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ബാഗിലിട്ടോ. അതേപോലെ തന്നെ ആൽമരം എത്ര വലുതാ, അതിൽ സീഡ് കണ്ടില്ലേ, കുഞ്ഞതാണ്. ആ അതല്ല നിൻ്റെ കയ്യിൽ തന്നെയായി. ഇവിടെ നോക്കി നോക്കിട്ടോ. ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മുടെ ആ പോണ വിനീതേട്ടനാണ് കേട്ടോ വെള്ള ഷർട്ട് ഇട്ടത്. കണ്ടൂല്ലേ? ആ ശരി. ഇവിടെ അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. ഗുഹയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അന്നദാനത്തിനായിട്ടുള്ള വരി കേട്ട് നിൽക്കാം. എങ്ങനെ എങ്ങനെ പോണ സ്ഥലം ഇവിടെ ആ നിന്നിട്ട് കയറണത് അവിടെ ചപ്പാത്തിയൊക്കെ തിന്നില്ലേ, ആ തിന്നില്ല ആ അവിടെ. ഗുഹയുടെ ഉള്ളിലേക്ക് നൂഴാൻ പോണ സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഞങ്ങളവിടെ എത്തി. കുറേ പേര് നൂഴാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് മാത്രമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. നല്ല വ്രതം എടുത്തത് തന്നെയാണ് കേട്ടോ എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് പോണത്. ആ കാണുന്ന പാറക്കെട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോണത്. അല്ല എത്ര മണിക്ക് 9:30? ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് കേട്ടോ ഗുഹയുടെ ഉള്ളിലേക്ക് കയറാനായിട്ട്. കാരണം വർഷത്തിലൊരിക്കൽ മാത്രമാണല്ലോ ഇതിലേക്ക് പ്രവേശനമുള്ളൂ. അങ്ങനെ ആ ഗുഹയുടെ ഉള്ളിലൂടെ കയറിയിട്ട് പിന്നെ ഇതിലൂടെ കണ്ടിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ചുറ്റും എല്ലാ അമ്മമാരും പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്.
ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത ശേഷമാണ് കേട്ടോ ഒരാൾ നൂഴ്ന്ന് വരുന്നത് കണ്ടത്. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. ആ കയറി വരുമ്പോൾ കാണാനൊരു ആഗ്രഹത്തോടു കൂടി. അപ്പം അതൊക്കെ കണ്ട് ഞങ്ങളൊരു യാത്ര തിരിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന്. ഇനി ഈ കയറി വന്നതുപോലെ തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങിയും പോകണം. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെള്ളവും പഴമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ചേട്ടൻ അവിടെ സ്വയം ഇരുന്ന് ആടി ഉറങ്ങാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും അമ്പലത്തിൽ തന്നെ എത്തി. ആനേനെയൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്രയാവാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഇവിടെ വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞു. അപ്പോൾ വേറൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.